ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു തൊക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വെണ്ടയ്ക്കത്തൊക്കെ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എത്തിക്കുന്നത് 250 ഗ്രാം വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഞാനത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിടാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കുക, പച്ചമണം മാറുന്നിടം വരെ. നമുക്ക് അതിലേക്ക് നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തക്കാളിയാണ് ഇവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പം ഞാനിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പം നമുക്കതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഇല്ലാത്തവർ ജീരകം നല്ലപോലെ ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമുക്കത് നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ കരിഞ്ഞ് പോകാണ്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് വെണ്ടയ്ക്ക ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വഴറ്റുകയാണെങ്കിൽ അതിൻ്റെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു പശ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറിക്കിട്ടും വഴറ്റി എടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർക്കരുത്. തണുത്ത വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കറികൾക്ക് പച്ച ടേസ്റ്റ് ഉണ്ടാവും, പച്ചവെള്ളം ചുവയ്ക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്ക വേകുന്നിടം വരെ നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. പിന്നെ കുറച്ചും കൂടി കളർഫുള്ളാക്കണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കണില്ല, അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.